നിങ്ങൾ അറിഞ്ഞോ, ടൗൺ മ്യൂസിയത്തിൽ കോഹിനൂർ രത്നത്തിന്റെ എക്സിബിഷൻ നടക്കുന്നു. അത് നല്ല വില പിടിച്ച രത്നല്ലേ? അതെ, കേരളത്തിൽ ഇത് ഫസ്റ്റ് ടൈമാ. നമുക്ക് കാണാൻ പോയാലോ? യെസ്, ഓഫ് കോഴ്സ്, എന്തായാലും പോണം. ഓക്കെ, എന്നാ ഈ സൺഡേ പോയാലോ? ഓക്കേ. ലക്ഷ്മണ, നീ ഇത് കണ്ടോ? കോഹിനൂർ രത്നമോ? അതെ, ഇതിന്റെ വില കോടാനുകോടികളാണ്. അതിന് നമുക്കെന്ത് കാര്യം? ഇത് കയ്യിൽ കിട്ടിയ കാര്യം ഉണ്ടാവില്ലേ? അതുണ്ടാകും, പക്ഷെ എങ്ങനെ കിട്ടും? വഴിയുണ്ട്, നീ വാ. ഓ, ടിക്കറ്റ്. ആ സ്ഥലത്തിലോ? ഇവിടെ ഞാൻ ആദ്യമായിട്ടാ വരുന്നത്. ദാ അവിടെ എൻട്രൻസ്. ഇത് വലിയ ബിൽഡിംഗ് ആണല്ലോ. അത് സെക്യൂരിറ്റി ആണോ അതോ പ്രതിമയാണോ? അയ്യോ, കൊട്ടാരം പോലുണ്ട്. ഓ, എന്തോരം കളക്ഷനാ. ദാ കോഹിനൂർ രത്നം അവിടെ. ഭയങ്കര സെക്യൂരിറ്റി ആണല്ലോ ഇവിടെ. ഹായ്, എന്താ തിളക്കം. നല്ല ഭംഗിയുണ്ടല്ലേ കാണാൻ. ഞാനൊന്ന് തൊട്ട് നോക്കിയാലോ? ആ പോലീസുകാരൻ കണ്ണുരുട്ടുന്നുണ്ട്. ആദ്യം ഞാൻ തൊട്ട് നോക്കാം. ഹായ്. അയ്യോ, കണ്ടു. ആരെങ്കിലും ജനറേറ്റർ ഓടാക്കൂ. അയ്യോ, ആരാ ചില്ല് പൊട്ടിച്ചത്? അയ്യോ, രത്നം കാണാനില്ല. അയ്യോ, രത്നം മോഷണം പോയി. ഈ കുട്ടികളായിരിക്കും മോഷ്ടിച്ചത്. പിടിക്കവരെ. ദിയ, നിക്ക്, ഓടിക്കോ, നമ്മൾ വിട്ടു. നിക്കവിടെ, ഞങ്ങൾ വെടിവെച്ചു. അയ്യോ, വെടിവെക്കല്ലേ സാറേ. ദാ അവിടെ വിളിക്കാം. പോയി സാർ. ഓ, തൽക്കാലം രക്ഷപ്പെട്ടു. ആരാ ചേച്ചി ആ രത്നം മോഷ്ടിച്ചത്? ആരായാലും നമ്മള് വിട്ടു. അയ്യോ, രക്ഷപ്പെടാൻ ഇനി ആകെ ഒറ്റ വഴിയുള്ളൂ. എന്താണ് വഴി? ആ കള്ളന്മാരെ ഇനി നമ്മൾ കണ്ടുപിടിച്ചു കൊടുക്കണം. അതിന് പറ്റുമോ? അവര് രക്ഷപ്പെട്ടിട്ടുണ്ടാവൂലേ? അതിന് സാധ്യതയില്ല. കാരണം ഈ മ്യൂസിയത്തിന് ഒറ്റ എൻട്രൻസ് ആൻഡ് എക്സിറ്റേ ഉള്ളൂ. അത് അവര് ക്ലോസ് ചെയ്ത സ്ഥിതിക്ക് അവരകത്ത് തന്നെ കാണും. കാണും, അവരിതിനകത്തെവിടെയോ കാണും. അയ്യോ, എടാ, നമ്മൾ ഇനി എങ്ങനെ പുറത്തു കിടക്കും? ഒരു പിടിയില്ല. എങ്ങനെയെങ്കിലും നമുക്ക് ഇവിടുന്ന് പുറത്ത് കിടക്കണം. ദീപമേ, രക്ഷിക്കണേ. വിശന്നിട്ടാണെങ്കി വയ്യ. ഹായ്, ഒരെല്ലും കഷ്ണം. തൽക്കാലം ഇത് തോണ്ടിയെടുത്ത് അഡ്ജസ്റ്റ് ചെയ്യാം. കിട്ടുന്നില്ലല്ലോ. എനിക്ക് എന്തായി കാണിക്കുന്നേ? ഈ എല്ല് നിന്ന് തൽക്കാലം വിശപ്പടക്കാന്ന് കരുതി. വൃത്തിയിട്ടോള്. ഇതെന്തിന്റെ? എന്തത്? എന്തോ ഒരു ശബ്ദം. എന്താണ്? പോലീസ്. എന്റെ കോഹിനൂർ രത്നം പോയി. കോഹിനൂർ രത്നം ഞങ്ങൾക്ക് തിരികെ ലഭിക്കാൻ കാരണക്കാരായ ദേവുനും ദിയയ്ക്കും നിക്കിക്കും ഞങ്ങളുടെ അഭിനന്ദനങ്ങൾ. താങ്ക് യു. ഞാൻ ആ എല്ല് തിന്നതുകൊണ്ട് ഇപ്പൊ ഒരു പ്രയോജനം ഉണ്ടായി.